ഒരു കുട്ടിയുടെ ബ്രെയിൻ എങ്ങനെ പഠിക്കുന്നെന്ന് മനസ്സിലാക്കിയാൽ സ്പീച്ച് തെറപ്പി നിങ്ങൾ ഒരിക്കലും പഴയ രീതിയിൽ കാണില്ല. കുട്ടിയുടെ ബ്രെയിൻ ഓരോ ദിവസവും ഓരോ നിമിഷം ഓരോ മീനിങ്ഫുൾ എക്സ്പീരിയൻസ് കിട്ടുന്നതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ മാറിക്കൊണ്ടിരിക്കും. ബ്രെയിൻ ലേണിംഗ് നടക്കാൻ 4 കാര്യങ്ങൾ വളരെ അനിവാര്യമാണ്. സോ ഇതിനു മുമ്പ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അറിഞ്ഞിരുന്നു. ഈ വീഡിയോ സീരീസിൽ എന്താണ് ന്യൂറോപ്ലാസ്റ്റിറ്റി, എന്താണ് ഇംപ്ലിസിറ്റ് ലേണിംഗ്, എങ്ങനെ ഇത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നു, ഈ ഒരു റിലേഷൻഷിപ്പ് റിസർച്ച് ബേസ്ഡ് സയൻസ് ബേസ്ഡും ആയിട്ട് നമുക്ക് വളരെ ലളിതമായ രീതിയിൽ എങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് നോക്കാം. സ്പീച്ച് തെറപ്പി ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടീച്ചിങ് വേർഡ്സ്, ഇസ് എ സയൻസ് ഓഫ് ഹെൽപ്പിംഗ് ദ ബ്രെയിൻ ഹൗ ടു. സോ എന്താണ് ന്യൂറോപ്ലാസ്റ്റിറ്റി എന്ന് നമുക്ക് നോക്കാവേ. ന്യൂറോപ്ലാസ്റ്റിറ്റി എന്ന് പറയുന്ന അനുഭവങ്ങളുടെയും പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബ്രെയിനിന് സ്വയം മാറാനും പൊരുത്തപ്പെടാനും പുതിയ ന്യൂറൽ കണക്ഷൻസ് രൂപപ്പെടുത്താനും നിലവിലുള്ള കണക്ഷൻ ശക്തിപ്പെടുത്താനും കഴിയുന്ന ഒരു കഴിവാണ്. സോ ലളിതമായി പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചേഞ്ചസ് ദ ബ്രെയിൻ. ഒരു കുട്ടി എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് അനുഭവിക്കുന്നു, ആരുമായി ഇടപെടുന്നു, ഇതെല്ലാം കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുവേ. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ജീവിതത്തിലെ ഓരോ മീനിങ്ഫുൾ ഇൻട്രാക്ഷൻസിനും വളരെ പ്രാധാന്യമുണ്ട്. സോ ഈ ന്യൂറോപ്ലാസ്റ്റിറ്റി വിശദീകരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, ഒരു പ്രിൻസിപ്പിൾ ആണിത്. അതായത് ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗെദർ വയർ ടുഗെദർ. ഒരുമിച്ച് വീണ്ടും വീണ്ടും ആക്ടിവേറ്റ് ആകുന്ന ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസ് അത് ക്രമേണ ഭയങ്കര പവർഫുൾ ആകുക. സോ ഉദാഹരണത്തിന് ഒരു കുഞ്ഞൊരു പന്ത് കാണുന്നുണ്ട്, നമ്മൾ പന്തെന്ന് പറയുമ്പോൾ കുഞ്ഞ് കേൾക്കുന്നുണ്ട്, പന്ത് തൊടുന്നുണ്ട്, പന്ത് വെച്ച് കളിക്കുന്നുണ്ട്. ഇവയെല്ലാം ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുമ്പോൾ അവരുടെ ബ്രെയിനിൽ ഈ അനുഭവങ്ങൾ, ഈ എക്സ്പീരിയൻസ് തമ്മിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒബ്ജക്റ്റ്, ആക്ഷൻ, സൗണ്ട്, മീനിങ് ഇവ തമ്മിലെല്ലാം കണക്ട് ചെയ്യാനും ഇത് മനസ്സിലാക്കാനും ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും നമ്മുടെ കുഞ്ഞിന് സാധിക്കും. സോ ഇതാണ് ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ശക്തമായ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളൊരു പ്രധാന കാര്യം മനസ്സിലാക്കണം, റെപ്പറ്റീഷൻ മാത്രം പോരാ. നമ്മളിപ്പം കുഞ്ഞുങ്ങളോട് പറ അല്ലെങ്കിൽ ബോൾ എന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നത് അത് വെറും റെപ്പറ്റീഷനാണ്. പക്ഷേ കുട്ടി പന്തുമായിട്ട് കളിക്കുമ്പോൾ ബോൾ, റോൾ അല്ലെങ്കിൽ ബിഗ് ബോൾ, ബോൾ പോയി, ബോൾ വെച്ചിട്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കത്തില്ലേ. ഇതൊരു സ്വാഭാവികമായ ഭാഷ ഉപയോഗിക്കുന്നതിനെയാണ്, അതായത് നാച്ചുറലിസ്റ്റിക് വേയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ മീനിങ്ഫുൾ റെപ്പറ്റീഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു അനുഭവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടുതൽ കോണ്ടക്ഷൻ ലഭിക്കുക. ഞാൻ ബോൾ വെച്ച് കളിക്കുന്നു, ബോൾ ഞാൻ താഴെ ഇട്ടു, ബോൾ ഞാൻ മുകളിലേക്ക് പൊക്കി. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. സോ ഇനി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക, നമ്മുടെ കുട്ടികൾ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഭാഷ പഠിക്കുന്നത്. സോ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഇംപ്ലിസിറ്റ് ലേണിംഗ് എന്ന കാര്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇംപ്ലിസിറ്റ് ലേണിംഗ് എന്നത് നമ്മുടെ കുട്ടി ബോധപൂർവ്വം പഠിക്കണമെന്ന ഉദ്ദേശമില്ലാതെ വിത്ത് എക്സ്പീരിയൻസ് നമ്മൾ നാച്ചുറലിസ്റ്റിക് വേയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ലാംഗ്വേജ് പിക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇംപ്ലിസിറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഒരിക്കലും നമ്മുടെ കുഞ്ഞ് ഓരോ ദിവസം വരുമ്പോൾ പറയത്തില്ല, ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി പുതിയൊരു ഗ്രാമാറ്റിക്കൽ റൂൾ അല്ലെങ്കിൽ ഒരു മോർഫോളജിക്കൽ റൂൾസ് ഞാൻ ഇന്ന് ഉപയോഗിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും പറയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പക്ഷെ അവരെങ്ങനെയായിരിക്കും ലാംഗ്വേജ് അക്വയർ ചെയ്തത്? അവർ നമ്മൾ പറയുന്ന വാക്കുകൾ കേട്ടിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത് കണ്ടിട്ടും ആ ഒരു എക്സ്പീരിയൻസ് അനുഭവിച്ചിട്ടും പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് മോഡലിങ്ങിലൂടെയും ഡിഫറെൻറ്റ് ലാംഗ്വേജ് കോണ്ടെക്സ്റ്റിലൂടെയാണ് അവരതെല്ലാം പഠിച്ചത്. സോ അങ്ങനെ ബ്രെയിൻ ഈ ഒരു ലാംഗ്വേജ് പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ തുടങ്ങും. സോ ഓട്ടോമാറ്റിക്കലി ആ ഒരു പാറ്റേൺ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാകും. സോ ഒരു കുഞ്ഞ് ദിവസവും ഇങ്ങനെ കേൾക്കുക, വെള്ളം വേണോ, വെള്ളം കുടിക്കാം, വെള്ളം കൊണ്ടുവരാം, അല്ലെങ്കിൽ വെള്ളം തീർന്നു. സോ കുട്ടി ഓരോ സെൻറ്റൻസും ഗ്രാമർ ലെസൺസ് ആയിട്ട് പഠിക്കുന്നില്ല, പക്ഷെ റിപ്പീറ്റഡ് എക്സ്പോഷർ വഴി നമ്മുടെ ബ്രെയിൻ ശ്രദ്ധിക്കുന്ന വെള്ളം എന്ന വാക്ക് പല സാഹചര്യങ്ങളും വരുന്നുണ്ട്. സോ ക്രമേണ ആ വാക്കിൻ്റെ സൗണ്ട്, മീനിങ്, കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് ഇവ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിനെയാണ് ഇംപ്ലിസിറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ വരുന്നതാണ് എക്സ്പ്ലിസിറ്റ് ലേണിംഗ്. അതായത് എക്സ്പ്ലിസിറ്റ് ലേണിംഗ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സ്കില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ നമ്മൾ കുട്ടിക്ക് ബോധപൂർവ്വം നമ്മൾ പഠിപ്പിക്കുന്നതാണ്. സോ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ബോൾ കാണിച്ചിട്ട് പറയാം, ദിസ് ഈസ് എ ബോൾ, അല്ലെങ്കിൽ ദിസ് എ ബിഗ് ബോൾ, അല്ലെങ്കിൽ ബോൾ ഈസ് ഇൻ റെഡ് കളർ. സോ ഇത് ഇൻറ്റൻഷണൽ ടീച്ചിങ് ആണ്. പക്ഷേ ഇംപ്ലിസിറ്റ് ലേണിങ്ങോ സ്വാഭാവികമായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക വിത്ത് എക്സ്പീരിയൻസ്, റെപ്പറ്റീഷൻ, പാറ്റേൺ ആൻഡ് ലേണിംഗ്. അതായത് കുട്ടി പലതവണ ഇങ്ങനെ കേൾക്കുമെന്ന് വിചാരിക്കുക, അമ്മ വരുന്നു, അച്ഛൻ വരുന്നു, ചേച്ചി വരുന്നു. സോ ക്രമേണ വരുന്നു എന്ന പാറ്റേൺ കുട്ടിക്ക് പരിചിതമാകും. മനസ്സിലായോ? പക്ഷെ എവിടെ നമ്മൾ കുഞ്ഞുങ്ങളെ കോൺഷ്യസ് ആയിട്ട് പഠിപ്പിക്കുന്നില്ല, അവർ അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ലാംഗ്വേജ് മോഡലിങ്ങിലൂടെയാണ് അവർ ആ വാക്ക് പിക്ക് ചെയ്യുന്നത്. സോ ഇത് ഇംപ്ലിസിറ്റ് ലേണിംഗ്.
നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എക്സ്പ്ലിസിറ്റ് ടീച്ചിങ് ഒരിക്കലും ഇംപ്ലിസിറ്റ് ലേണിങ്ങിനെ റീപ്ലേസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പക്ഷെ പകരം എക്സ്പ്ലിസിറ്റ് ടീച്ചിങ് കുട്ടിയുടെ ലേണിങ്ങിനെ ഗൈഡും സപ്പോർട്ടും ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം മീനിങ്ഫുൾ എവറിഡേ എക്സ്പീരിയൻസിലൂടെയാണ് നടക്കുകയും ചെയ്യുന്നത്. സോ ഇവിടെയാണ് ആസ് എ പേരൻസ്, ആസ് എ കെയർ ഗിവർ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ലേണിംഗ് തെറപ്പി റൂമിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല. നമ്മളിപ്പം വീട്ടിൽ ഫുഡ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ കുളിക്കുമ്പോൾ, അല്ലെങ്കിൽ ബാത്ത് ടൈം, അല്ലെങ്കിൽ എന്താ പറയുന്ന പ്ലേ ടൈം, ബുക്ക് ടൈം, ബെഡ് ടൈം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിനാണെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുമ്പം അപ്പം കഴിച്ചപ്പോൾ ചൂട് ദോശയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ചൂട് അപ്പമാണെന്ന് വിചാരിക്കുക. അപ്പം അപ്പത്തിന് ചൂടാണ്, അല്ലെങ്കിൽ ഇനിയും വേണം, മോർ, കഴിക്കാം, അല്ലെങ്കിൽ തീർന്നു, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളില്ല. ഇത് നമ്മൾ ഡെയിലി നമ്മൾ ലാംഗ്വേജ് കുഞ്ഞുങ്ങൾക്ക് മോഡൽ ചെയ്ത് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളത് പെട്ടെന്ന് പഠിക്കും. അതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾ കുളിക്കാൻ പോകുമ്പോഴും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ കളിക്കുമ്പോഴും, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുക. സോ ഒരു കുട്ടിക്ക് ഒരു വാക്ക് പഠിപ്പിക്കുമ്പോൾ അവരെ വേർഡ് മാത്രം നൽകാതെ അതിനൊരു മീനിങ് കൂടെ നൽകാൻ നമുക്ക് കഴിയണം. സോ സെമാൻറ്റിക്സ് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അത് ബോളെന്ന് മാത്രം പറയുന്നതിന് പകരം കുട്ടിയോടൊപ്പം പന്തെറിയുക, അല്ലെങ്കിൽ പന്ത് ഉരുട്ടി കളിക്കുക, അല്ലെങ്കിൽ പന്ത് വീഴുമ്പോൾ ബോൾ താഴെ പോയി എന്ന് പറയാം. സോ ഇവിടെ കുട്ടികൾക്ക് വേർഡ്, ഒബ്ജക്റ്റ്, മൂവ്മെൻറ്റ്, ഇമോഷൻസ്, കോണ്ടെക്സ്റ്റ് എല്ലാം ഒരുമിച്ച് ലഭിക്കുന്നു. ഇതാണ് ബ്രെയിന് കൂടുതൽ ശക്തമായ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് നൽകുന്നത്. സോ നമ്മൾ മനസ്സിലാക്കിയത് ന്യൂറോപ്ലാസ്റ്റിറ്റി എന്താണെന്നും ഇംപ്ലിസിറ്റ് ലേണിംഗ് എന്താണെന്നാണ്. സോ ന്യൂറോപ്ലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ചേഞ്ചസ് ത്രൂ എക്സ്പീരിയൻസ്. ഇംപ്ലിസിറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാലോ മച്ച് ഓഫ് ദ ലേണിംഗ് ഹാപ്പൻസ് ത്രൂ റിപ്പീറ്റഡ് എക്സ്പീരിയൻസ് വിത്തൗട്ട് കോൺഷ്യസ് അവയർനെസ്. അപ്പം അതിനാൽ മീനിങ്ഫുൾ എക്സ്പീരിയൻസിലൂടെയും റിപ്പീറ്റഡ് ന്യൂറൽ ആക്ടിവേഷനിലൂടെയും സ്ട്രോങ് ന്യൂറൽ കണക്ഷൻസിലൂടെയും ഇംപ്ലിസിറ്റ് ലേണിങ്ങിലൂടെയും നമുക്ക് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സ്കിൽസ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. സോ ആസ് എൻ SLP നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കുഞ്ഞുങ്ങളുടെ നിലവിലുള്ള കമ്മ്യൂണിക്കേഷൻ ലെവൽ സ്റ്റൈൽസ് മനസ്സിലാക്കുക, ശരിയായ ഗോൾസ് തിരഞ്ഞെടുക്കുക, മീനിങ്ഫുൾ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടെത്തുക, അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് മോഡൽസ് കൊടുക്കുക, മീനിങ്ഫുൾ റിപ്പിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, റെഗുലേഷൻ ആൻഡ് സപ്പോർട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. പിന്നെ പേരൻസിനെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിൽ, അതായത് വീട്ടിലുള്ള എവറിഡേ റൊട്ടീൻസിൽ എങ്ങനെ ഈ തെറപ്പി സ്ട്രാറ്റജീസ് കൊണ്ടുവരാം എന്ന് നമ്മൾ പേരൻസിനെ ഹെൽപ്പ് ചെയ്യാം. സോ നമ്മുടെ കുട്ടികളെ വെറുതെ വാക്കുകൾ പഠിപ്പിക്കാതെ ഒരു മീനിങ്ഫുൾ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക. സോ ഡോണ്ട് ജസ്റ്റ് ടീച്ച് ദ വേർഡ്, ക്രിയേറ്റ് ദ എക്സ്പീരിയൻസ്, പ്ലേ വിത്ത് ദം, ടോക്ക് അബൌട്ട് ദ തിങ് വാട്ട് വി ആർ പ്ലേയിങ്. നമ്മൾ എന്താ കളിക്കുന്നത് അതിനെക്കുറിച്ച് പറയുക. ഇപ്പം ബോൾ വെച്ചാണെങ്കിൽ പ്ലേ വിത്ത് ദ ബോൾ, ടോക്ക് അബൌട്ട് ദ ബോൾ, മൂവ് ദ ബോൾ ആൻഡ് റിപ്പീറ്റ് ദ വേർഡ് നാച്ചുറലി, മേക്ക് ഇറ്റ് മീനിങ്ഫുൾ. സോ അതിൻ്റെ കാരണം എന്നാ, എക്സ്പീരിയൻസ് ബിൽഡ് ദ ബ്രെയിൻ, റെപ്പിറ്റേഷൻ സ്ട്രെങ്തൻ ദ കണക്ഷൻ, മീനിങ് ഗീവ്സ് ലേണിംഗ് ഇറ്റ്സ് പവർ. സോ നമ്മുടെ ബ്രെയിനിൽ ലേണിംഗ് നടക്കുക ഇത്രയും കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. എക്സ്പീരിയൻസും മീനിങ്ഫുൾ റെപ്പിറ്റേഷനും പിന്നെ നമ്മൾ കൊടുക്കുന്ന ആ വേർഡിന് കൊടുക്കുന്ന മീനിങ്ങും. സോ ഇന്നത്തേക്ക് ഇത്രയും. നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക, ഓരോ മീനിങ്ഫുൾ ഇൻട്രാക്ഷൻസും നമ്മുടെ കുട്ടികളുടെ ബ്രെയിനിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത വീഡിയോയിൽ എങ്ങനെ നമ്മുടെ ബ്രെയിൻ ബോട്ടം അപ്പ് രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു, റെഗുലേഷൻ ലേണിംഗിന് മുമ്പ് എങ്ങനെ ഹാപ്പൻ ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.